ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം നമ്മളെ കാക്കുമാറാകട്ടെ. അവിടുത്തെ കൃപയും സമാധാനവും നമ്മളെ നിരന്തരം വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. 105 സങ്കീർത്തനം 16 വാക്യം നാം ഇന്നലെ ചിന്തിച്ചു. ആ ഒരു വാക്യത്തിൽ തന്നെ അനവധി കാര്യങ്ങൾ അവിടെ ഉൾപ്പെട്ടു നമ്മൾ കണ്ടു. അവിടെ ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പം എന്ന കോലിനെയൊക്കെ അശേഷം ഒടിച്ചു കളഞ്ഞുവെന്നും നമ്മളതിനോട് ചിന്തിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചു. 17 വാക്യം മുതൽ യോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് അവിടെ കാണുന്നത്. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവൻ്റെ പ്രഭുക്കന്മാർ ഇഷ്ടപ്രകാരം ബന്ധിച്ചുകൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുവാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. അപ്പോൾ ഇസ്രായേൽ മിസ്രൈമിലേക്ക് ചെന്നു, യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് വന്ന് പാർത്തു. ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവർ ബലവാന്മാരാക്കുകയും ചെയ്തു. ഇവിടെ ആ ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ ശേഷം ഓടിച്ചു കളഞ്ഞു. നമ്മൾ ഇന്നലെ അബ്രഹാമിൻ്റെ കാലത്തും ഇസ്ഹാക്കിൻ്റെ കാലത്തും എല്ലാം ക്ഷാമം ഉണ്ടായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ക്ഷാമകാലമെല്ലാം ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലെല്ലാം ക്ഷേമമായി പോറ്റുകയാണ്. അബ്രഹാമിൻ്റെ നാളുകളിലും അബ്രഹാമിനും അതൊരു അനുഗ്രഹമാക്കി മാറ്റുന്നതായിട്ട് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. ഇസ്ഹാക്കിനോട് നീ മിസ്രൈമിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് ഗെരാരിൽ ചെന്ന് പാർക്കുകയാണ് ഇസ്ഹാക്ക്. അവിടെ വെള്ളത്തെ ചൊല്ലി ആ ദേശക്കാരുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതൊക്കെ ഒത്തിരി ആത്മീക മർമ്മങ്ങളുള്ളതാണ്. നമ്മളതിലേക്ക് പോയാൽ അത് വാസ്റ്റായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ സങ്കീർത്തനത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതൊന്ന് നമ്മൾ ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും പറയുന്ന യോസഫിൻ്റെ ജീവിതവും പല അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നൊരു സംഗതിയാണ്. അവിടെ ആ കാലത്ത് ഉണ്ടാകുന്ന ക്ഷാമം യാക്കോബിൻ്റെ കാലത്തുണ്ടാകുന്ന ക്ഷാമമാണ്. മറ്റേത് അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ ജീവിതത്തിൽ കണ്ടു. യാക്കോബിൻ്റെ കാലത്തുണ്ടാകുന്ന ക്ഷാമത്തിലാണ് അവർ മിസ്രൈമിൽ ധാന്യം കൊള്ളുവാനായിട്ട് പോവുകയാണ്. യാക്കോബിൻ്റെ 12 മക്കളിൽ 11 പേരിൽ ബെന്യാമീൻ ഏറ്റവും ഇളയത്. അതായത് റിബേക്കയും ലേയയും. റിബേക്കയ്ക്ക് ഉണ്ടായ റാഹേലിന് ഉണ്ടായ മക്കളാണ് റാഹേലും ലേയും. റിബേക്ക ലേയിൽ റാഹേലും ലേയും. റിബേക്ക ഇസ്ഹാക്കിൻ്റെ ഭാര്യയാണ്. റാഹേലിനുണ്ടായ 2 കുട്ടികളാണ് യോസഫും ബെന്യാമീനും. അവർക്ക് ജന്മം നൽകിയിട്ട് റാഹേൽ ഈ ലോകത്ത് മാറ്റപ്പെട്ടു. തുടർന്ന് ലേയുടെ മക്കളാണ് മറ്റ് 10 പേര്. അങ്ങനെ 12 ഗോത്രപിതാക്കന്മാർ നമ്മൾ പറയും. അപ്പം അതിൽ യോസഫിനെ അപായപ്പെട്ടു. യോസഫിനെ കാട്ടുമൃഗം കടിച്ചു കയറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് യോസഫിനെ കുഴിയിലിട്ട് മിസ്രൈമ്യർക്ക് തുടർന്ന് കച്ചവടക്കാർക്ക് വിൽക്കുന്നു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ യോസഫ് ഇല്ല എന്നാണ് യാക്കോബ് വിചാരിക്കുന്നത്. സഹോദരന്മാർക്കും അറിയില്ല. മിസ്രൈമി കച്ചവടക്കാർക്ക് വിറ്റു എന്നറിയാം. പക്ഷെ അവർ അപ്പൻ്റെ അടുക്ക് വന്ന് പറയുന്നത് അവൻ്റെ അങ്കിയൊക്കെ കാണിച്ചിട്ട് പറയുകയാണ് യോസഫിനെ ഒരു കാട്ടുമൃഗം കടിച്ചു കയറി കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അങ്കിയൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ വ്യസനത്തോടെ യാക്കോബ് കരയുന്നുണ്ട്, യോസഫിനെ ചൊല്ലി ദുഃഖിക്കുന്നുണ്ട്. അങ്ങനെ നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ദേശത്ത് ക്ഷാമം വരുന്നത്. ഇസ്രായേൽ പാർത്തിരുന്ന ദേശത്ത് ക്ഷാമം വരുന്നത്. ലോകത്തിലെല്ലായിടവും ക്ഷാമം ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ ക്ഷാമം മാറ്റാൻ ദൈവം മുന്നമേ യോസഫിനെ അവിടെ ദൈവം ഒരുക്കുകയാണ്. അങ്ങനെ ക്ഷാമം വന്നപ്പോൾ ഈ 11 പേരിൽ 10 പേര്, ഒരാളെ ബെന്യാമിനെ യാക്കോബിൻ്റെ അടുക്കൽ നിർത്തിയിട്ട് ഈ 10 പേരും ധാന്യം കൊള്ളാൻ വേണ്ടി മിസ്രൈമിലേക്ക് പോകും. അപ്പോൾ മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് അവർക്ക് അറിവ് കിട്ടി. മിസ്രൈമിലേക്ക് പോവുകയും അവിടെ ചെന്ന് ധാന്യം കൊള്ളാൻ ചെന്നപ്പോഴാണ് അവിടെ യോസഫാണ് അവിടുത്തെ മന്ത്രിയായിട്ട് ഇരിക്കുന്നത്. പക്ഷേ യോസഫ് തന്നെ വെളിപ്പെടുത്തുന്നില്ല. പിന്നീടാണ് പയ്യാണ് റിവീൽ ചെയ്ത് ആ സംഭവങ്ങൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് യോസഫിനെ ദൈവം ഒരു സ്വപ്നം കൊടുത്തിരുന്നു. ബാല്യത്തിൽ തന്നെ 7 കറ്റകൾ, 12 കറ്റകൾ, 11 കറ്റകൾ എഴുന്നേറ്റ് നിന്ന് ഈ ഒരു കറ്റയെ വണങ്ങുന്നതായിട്ട് ഒക്കെ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അവർ മനസ്സിലാക്കിയത് യോസഫിനെ വണങ്ങുന്നു എന്നാണ്.
പിന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വണങ്ങുന്നതായിട്ട്, അതായത് യാക്കോബും എല്ലാവരും യോസഫിനെ വണങ്ങുന്നതായിട്ടാണ്, യോസഫിന് മുമ്പിൽ വണങ്ങുന്നതായിട്ടാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നി. അപ്പോൾ അവരത് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദൈവം അത് മുന്നമേ കാണിച്ചു കൊടുത്തു. അതിൻ്റെ നിവൃത്തീകരണത്തിലേക്കാണ് മുമ്പോട്ടുള്ള പ്രയാണങ്ങൾ. അതിൽ നമ്മൾ സംഭവിക്കുന്ന സംഭവങ്ങൾ ഓരോന്നും നമുക്കത് വിരുദ്ധമായിട്ട് തോന്നും. കാരണം അതൊന്നിരിക്കലും നടക്കുകയില്ല. യോസഫ് അങ്ങനെ ഉന്നത അധികാരിയായി മാറും? കാരണം യോസഫിനെ വിറ്റു, യോസഫിനെ അവർ മിസ്രൈമിലേക്ക് വിറ്റു. പക്ഷെ അതാണ് ദൈവത്തിൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ, ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മനുഷ്യൻ ഒരു വഴി കണ്ടുപിടിച്ചെങ്കിൽ അവന് നല്ല ഒരു വഴിയൊക്കെ ഒരുക്കി, നല്ല പദ്ധതിയൊക്കെ ഒരുക്കി, നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുക്കി, അങ്ങനെയൊക്കെ ആയിരിക്കണം മനുഷ്യൻ്റെ വഴികൾ. പക്ഷേ അത് ലോങ് ജേർണിയാണ്, അത് ലോങ് പ്രോസസ്സാണ്. പക്ഷെ ദൈവത്തിൻ്റെ പ്രോസസ്സ് അത്ഭുതകരമാണ്, അത് അതിശയകരമാണ്. ആരും വിചാരിക്കാത്ത രീതിയിലാണ് ദൈവം യോസഫിനെ നടത്തുന്നത്. പൊട്ടക്കിണറ്റിലിടുന്നു, പൊട്ടക്കുഴിയിൽ നിന്ന് അവനെ കയറ്റുന്നു, അത് മിസ്രൈമിയ വ്യാപാരികൾക്ക് അവനെ വിൽക്കുന്നു. അവന് മിസ്രൈമിലേക്ക് കൊണ്ടുപോയി, ഈജിപ്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയി പോത്തിഫറിന് വിൽക്കുന്നു. പോത്തിഫറിൻ്റെ അടിമയായിട്ട് അവിടെ താമസിക്കുന്നു. അവിടെ ചില പ്രശ്നങ്ങൾ, പോത്തിഫറിൻ്റെ ഭാര്യയുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. അവനെ പിടിച്ച് തടവിലിടുന്നു. ആ തടവിലിരിക്കുമ്പോഴാണ്, ആ തടവിൽ വെച്ച് സ്വപ്നവ്യാഖ്യാനമെന്ന ഒരു അനുഗ്രഹം ദൈവം കൊടുക്കുന്നു. അങ്ങനെ അവിടെ അപ്പക്കാരുടെ പ്രമാണിയും ഫറവോൻ്റെ പാനപാത്രവാഹകൻ്റെയും അവർ കണ്ട സ്വപ്നങ്ങൾ, അവരെ എന്തോ കുറ്റത്തിന് ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും വന്ന്, അപ്പോൾ രണ്ടുപേരും ഒരിക്കലും വ്യസനത്തോടെ ഇരിക്കുന്നിട്ട് യോസഫി എന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് പറ്റി എന്ന് വിഷാദത്തോടെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യോസഫിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യോസഫിന് വിഷാദമില്ല. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് നമ്മൾ പറയുന്നത് ഇതൊക്കെ ഇന്നത്തേലൊക്കെ തിരുവനന്തപുരത്തിൽ ഓരോ ക്യാരക്ടർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പ്രതിസന്ധികളുടെ നടുവിൽ എനിക്കെന്തിനു ഭവിച്ചു, ഞാൻ കുറ്റം ചെയ്യാതെ തടവറ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്, ആ ദുഃഖമെല്ലാം യോസഫിനെ വിട്ടുപോയി. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് കൂടെ നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ. അപ്പോൾ ആ ദൈവ സാന്നിധ്യം യോസഫിനെ പ്രചോദിതനാക്കുകയും യോസഫിനെ സന്തോഷവാനാക്കുകയും ചെയ്യുകയാണ്. ആ സന്തോഷം മറ്റുള്ളവർക്കും വരണമെന്ന് യോസഫ് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോഴാണ് രണ്ടുപേരും വിഷാദിച്ചിരിക്കുന്നത് കാണുന്നത്. അപ്പക്കാരുടെ പ്രമാണിയും ഫറവോൻ്റെ പാനപാത്രവാഹകനും. അവരോട് ചോദിച്ചുകൊണ്ട് അവർ ഞങ്ങൾ 2 സ്വപ്നം കണ്ടു എന്ന് പറയാം. രണ്ടുപേരും ഓരോരോ സ്വപ്നം കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇത് എന്താ അർത്ഥമെന്ന് അറിയത്തില്ല. അപ്പോൾ യോസഫ് പറയുകയാണ്, സ്വപ്നം വ്യാഖ്യാനം ദൈവത്തിനുള്ളതാണെങ്കിലും ഞാൻ വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞ് യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. അതുപോലെ തന്നെ സംഭവിക്കുക, ഒരാളുടെ ജീവൻ അപായപ്പെട്ടു പോയി. എന്നാൽ പാനപാത്രവാഹകൻ്റെ ജോലി സ്ഥിരമായി, അവന് ജോലി മടക്കി കിട്ടി, യോസഫ് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ യോസഫ് പറഞ്ഞു വിടുന്നുണ്ട്, നിനക്ക് ജോലിയൊക്കെ റെസ്റ്റോർ ചെയ്ത് യഥാസ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ നീ ഫറവോൻ്റെ അടുക്ക് എൻ്റെ കാര്യമെന്ന് പറയണം. ഇങ്ങനെ ഒരു തടവറിൽ ഒരുവനുണ്ട്, അവൻ കുറ്റം ചെയ്യാതെയാണ് അവന് വെറുതെ പിടിച്ചിരിക്കുന്നതൊക്കെ പറയണം. പക്ഷെ അവിടെ നിന്ന് എഴുതിയിരിക്കുന്നത് അവൻ യോസഫിൻ്റെ കാര്യം മറന്നുപോയി. കാരണം മറക്കാനൊരു കാരണമുണ്ട്, സമയം വരുമ്പോഴാണ് ദൈവം ഓർമ്മപ്പെടുത്തുന്നത്. അത് പല സംഭവങ്ങൾ തിരുവനന്തപുരത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തുകൊണ്ട് ഓർമ്മപ്പെടുത്തിയില്ല? ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഇപ്പോൾ നമ്മൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ മൊർദെഖായി രാജാവിൻ്റെ ജീവനെ രക്ഷിക്കുന്നുണ്ട്. രാജാവിൻ്റെ ജീവനെ രക്ഷിച്ചതിന് അവന് പ്രതിഫലം ഒന്നും കൊടുത്തില്ല. പക്ഷെ അവൻ ചെയ്തത് രേഖപ്പെടുത്തി വെച്ചു ദിനവൃത്താന്ത പുസ്തകത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവിന് ഉറക്കം വരാതെ കിടന്നപ്പോൾ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിക്കുകയാണ്. അപ്പോൾ ഹാമാൻ കൊല്ലാൻ പദ്ധതി ഇട്ടിരിക്കുക മൊർദെഖായിയെ. പക്ഷേ അവിടെ ഈ ദിനവൃത്താന്ത പുസ്തകം വായിച്ചപ്പോൾ ആ രാത്രിയിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ രാജാവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചവരെ മൊർദെഖായി വിവരം കൊടുത്തിട്ട് രക്ഷിച്ചു എന്ന്. അതിന് പ്രതിഫലം എന്തെങ്കിലും കൊടുത്തോ എന്ന് രാജാവ് ചോദിച്ചുകൊണ്ടേ ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഉടനെയാണ് വെളുക്കാറായി കാണും. അപ്പോഴത്തേക്ക് രാജാവ് ചോദിക്കും, ആരെവിടെ എന്ന് ചോദിച്ചു. ഉടനെ ആരാണ് അവിടെ നിൽക്കുന്നത്? അപ്പോൾ ഹാമാൻ കറക്റ്റായിട്ട് ചെന്ന് നിൽക്കുക. അപ്പോൾ ഹാമാൻ്റെ വിചാരം ഹാമാനെ ഉയർത്താനായിട്ട്. അപ്പോൾ ഹാമാനോട് ചോദിക്കുക, രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക. ഹാമാൻ്റെ വായിൽ നിന്ന് തന്നെ മൊർദെഖായി ഉയർത്തുവാനുള്ളതായ വാക്കുകൾ കടന്നു വരികയാണ്. ഹാമാൻ വിചാരിച്ചു, എന്നെ അല്ലാതെ രാജാവ് ആരെ ബഹുമാനിക്കുന്നത്? അപ്പോൾ രാജാവ് ഹാമാൻ പറയുക, രാജാവിൻ്റെ കുതിരമേ കയറ്റണം, നീല വസ്ത്രം ധരിപ്പിക്കണം, ഇങ്ങനെ അവൻ്റെ മുമ്പിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുക, അവന് പദവിയൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ. രാജാവ് പറഞ്ഞു, ഒട്ടും താമസിക്കാതെ അതെല്ലാം നീ പറഞ്ഞതുപോലെ തന്നെ വേഗം മൊർദെഖായിക്ക് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഒരു ദുരന്തം ഹാമാൻ്റെ ജീവിതത്തിലുണ്ടോ? ഹാമാൻ വിചാരിച്ച് തനിക്കായിരിക്കും ചെയ്യുന്നത് വിചാരിച്ചുകൊണ്ട് അത്ര പദവികളൊക്കെ പറഞ്ഞ്. പക്ഷെ അത് മൊർദെഖായിക്ക്. അപ്പോൾ ആ മറന്നുപോയതിനും തക്ക സമയത്ത് ദൈവം നിർവർത്തിക്കുക.
അങ്ങനെ മൊർദെഖായിയെ രക്ഷിക്കുന്നു. തുടർന്ന് മൊർദെഖായി എസ്തേറും ചേർന്ന് യഹൂദ ജനത്തെ, ഇസ്രായേൽ ജനത്തെ മുഴുവനായിട്ട് രക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അവർക്ക് വരുന്ന അപായത്തിൽ നിന്ന്. അപ്പോൾ ചില ഡിലേസ് ഈസ് നോട്ട് ഡിനയൽ, ചില താമസങ്ങൾ തള്ളിക്കളഞ്ഞിട്ടല്ല, അത് ഏറ്റവും നല്ല അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അങ്ങനെ യോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. അത് ആ ഫറവോൻ്റെ പാനപാത്രവാഹകൻ അത് മറന്നു പോകുന്നു. എന്നാൽ രാജാവ് ഒരു സ്വപ്നം കാണുക, ഫറവോൻ ഒരു സ്വപ്നം കാണുന്നു. അതുകൊണ്ട് അസ്വസ്ഥമായി അതിൻ്റെ വ്യാഖ്യാനത്തിന് മന്ത്രവാദികളൊക്കെ വിളിച്ചിട്ട് അവർ പറയുന്നു ഒക്കുന്നില്ല. സ്വപ്നവും പറയണം, വ്യാഖ്യാനവും പറയണം. അതെങ്ങനെ സാധിക്കും? അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഈ പാനപാത്രവാഹകൻ അപ്പോഴാണ് ഓർത്ത് യോസഫിനെ കുറിച്ച്, എൻ്റെ സ്വപ്നം വിവരിച്ച ഒരുവനുണ്ടല്ലോ. അപ്പോൾ രാജാവിനോട്, രാജാവെ, ഞങ്ങൾ തടവറയിൽ കിടക്കും, ഇങ്ങനെ അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അവൻ ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു തന്നു, അതുപോലെ തന്നെ സംഭവിച്ചു, അവനെ വീഴ്ത്തുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ അവന് സാധിക്കുമെന്ന് പറഞ്ഞു. ഉടനെ യോസഫിനെ തടവറയിൽ നിന്നും ആളെ അയച്ചു വരുത്തി എന്നാണ് പറയുന്നത്. നമ്മളവിടെ കാണുകയാണ്, അവർ അവൻ്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവർ ഇരുമ്പ് ചങ്ങലിൽ കുടുങ്ങുകയും ചെയ്തു. എപ്പോൾ വരെ? യഹോവയുടെ വചനം നിവൃത്തിയാകുകയും, 18-ാമത്തെ വാക്യം, അവൻ്റെ അരുളപ്പാടിനെ അവന് ശോധന വരികയും ചെയ്യുവോളം സമയം വരെ അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളെ വെച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അങ്ങനെ വിടുവിച്ചു കൊണ്ടുവന്ന ഈ യോസഫ് ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു, അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നു. വളരെ മനോഹരമാണ്. നമ്മളിത് കണ്ടതിൽ അത് നമുക്ക് ഇന്നത്തെ ചിന്തയായിട്ട് എടുക്കാം. അപ്പം ഇവിടെ പറയണം, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. ഈ പദ്ധതിയൊക്കെ എന്താണ്? അതാണ് ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. ആ തടവറയിൽ നിന്നും പ്രിസൺ ടു പാലസ് എന്ന് പറയും. തടവറയിൽ നിന്നും കൊട്ടാരത്തിലേക്ക് ദൈവത്തിൻ്റെ വഴി എത്ര അത്ഭുതകരമാണ്. അവിടെ യോന തർശീസിലേക്ക് പോയപ്പോൾ കൂലി കൊടുത്തു പോയെന്നാണ് പറയുന്നത്. പക്ഷേ യോസഫിനൊന്നും കൊടുക്കേണ്ടി വന്നില്ല മിസ്രൈമിൽ എത്തിച്ചേരാൻ. പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട്, ആ പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ യോസഫിനെ അവിടെ എത്തിച്ച് അവനെ വളർത്തി പല സാഹചര്യം കൂടെ നടത്തി. ദൈവത്തിൻ്റെ വഴികൾ ഒന്ന് മാത്രം നമുക്ക് ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ കൂടെ എന്നെ നടത്തണമേ. അപ്പോൾ ആ ദൈവത്തിൻ്റെ വഴികളോ, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികൾ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളുമല്ല. ആകാശവും ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ ഉയർന്നിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ദൈവിക പദ്ധതിക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. ദൈവമേ, നിൻ്റെ തിരുവിഷ്ടം ഞങ്ങൾ നിവർത്തിക്കപ്പെടണമേ. ഞങ്ങളുടെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടത്തിന്. ആ വഴികൾ ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിൻ്റെ കാര്യം ഞങ്ങളെ നടത്താൻ ശക്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിന് അവിടെ എന്താണ് യോസഫ് എന്താ ചോദിച്ചു? യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട അത്ര മാത്രം ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടോ? ഏത് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങളാക്കി, അനുഗ്രഹത്തിൻ്റെ ശ്രീഭണ്ഡാരങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ സർവശക്തി കഴിയും. കഴിഞ്ഞ ചരിത്രങ്ങളാണ് നമ്മളെല്ലാം തിരുവെഴുത്തിൽ കാണുന്നത്, അത്ഭുതകരമായ വഴി നടത്തിപ്പുകളല്ല. യോസഫിൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ച ദൈവം നമ്മുടെ ജീവിതത്തെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായൊരു ദിവസത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. തിരുവെഴുത്തിൽ കൂടെ ഉളവാകുന്ന അത്ഭുതകരമായ വഴികൾ ഞങ്ങൾക്ക് അവിടുന്ന് വരച്ചു തരുന്നതിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. യോസഫിൻ്റെ ജീവിതം ദൈവിക പദ്ധതിയിൽ ഉൾപ്പെട്ടതായിരുന്നു. അവിടെ ശോധനയുണ്ട്, പരിശോധനയുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ എല്ലാറ്റിലും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. കർത്താവെ, എന്തെല്ലാം വന്നാലും നിൻ്റെ സാന്നിധ്യമാണ് ഞങ്ങളുടെ അനുഗ്രഹം. നിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ പൊതിയണമേ. നിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടമല്ല, സ്വന്തം ഇഷ്ടമല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയല്ല, ലോകത്തിൻ്റെ ഇഷ്ടമല്ല. അപ്പോൾ സ്വർഗസ്ഥല ദൈവമേ, ഞങ്ങളുടെ ഉടയവനെ സൃഷ്ടാവേ, അവിടുത്തെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതം നിവർത്തിക്കപ്പെടുവാൻ തിരുവിഷ്ടത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാം നമ്മൾ നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിരന്തരം വഴി നടത്തണമേ. എല്ലാ കൃപകളാൽ നിറയ്ക്കണം. ഭാഗത്തോടുന്ന് മാത്രം എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം മഹിമപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്നെ അറിയുന്നൊരു നാഥനെന്റെ കൂടെയുണ്ടല്ലോ, എന്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. ഓളങ്ങളും തിരമാലയും ഏറി വന്നെന്നാൽ ആഴികളെ നിർമ്മിച്ചോനെൻ കൂടെയുണ്ടല്ലോ. ഓളങ്ങളും തിരമാലയും ഏറി വന്നെന്നാൽ ആഴികളെ നിർമ്മിച്ചോനെൻ കൂടെയുണ്ടല്ലോ. അരികിലുണ്ടല്ലോ നാഥൻ, പടകിലുണ്ടല്ലോ